ഞാൻ കേൾക്കാൻ പോകുന്നത് ദൈവത്തിന്റെ വചനം, യേശു കർത്താവിന്റെ വചനം, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം. അതെനിക്ക് ജീവൻ തരും, അതിനെ രൂപാന്തരപ്പെടുത്തും. വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും, വചനത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കും, വചനത്താൽ ഞാൻ സമൃദ്ധിയായി അനുഗ്രഹം പ്രാപിക്കും. വേദപുസ്തകം താഴ്ത്തി വെക്കുക, കരങ്ങളെ തട്ടി. നമ്മുടെ ആലയത്തിൽ കൂടെ കൂടെ കേൾക്കുന്നൊരു വാക്കാണ് റേമ. എന്താണ്? ഞാൻ പറയാറുണ്ട്, നാമധേയ ആരാധനയും സത്യ ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, നാമധേയ ആരാധനയിൽ റേമയില്ല, സത്യ ആരാധന എന്തുണ്ട്? റേമയുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളൊരു അച്ഛനോട് ചോദിക്കുക, ഇന്ന് എന്താ പ്രസംഗിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും 56 ആഴ്ച, ഒരു വർഷത്തെ ആഴ്ച 56 56 ആഴ്ചയ്ക്കും വേണ്ടിയുള്ളത് പുസ്തക രൂപത്തിൽ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. ഇന്ന ആഴ്ച ഇന്ന പ്രസംഗം പ്രസംഗിക്കണമെന്ന് പ്രത്യേകമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഉയർപ്പിൻ്റെ ഞായറാഴ്ച ഏത് പ്രസംഗം പ്രസംഗിക്കണം, അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച ഏത് പ്രസംഗിക്കണം എന്നെല്ലാം ആ പുസ്തകത്തിനകത്ത് കറക്റ്റായിട്ട് അവര് ആ പുസ്തകം എഴുതിയത് വായിക്കുകയാണ് ചെയ്യുന്നത്. ഒരമയം പറഞ്ഞാട്ടെ, അത് ലോഗോസ് ആണ്. എന്താണ്? എഴുതപ്പെട്ട വചനം. ഈ ബൈബിളിലെ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയേക്കുന്നത്, പക്ഷെ അതെന്താണ്? എന്നാൽ സത്യസഭയിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ നടത്തിപ്പുകാരൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ആലോചന സഭയിൽ ചെന്നിട്ട് ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്താണ് ജനത്തിന് കൊടുക്കേണ്ടത്? അങ്ങനെ ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാലോചന നൽകും. ആ ആലോചന പല നിലവാരങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ചിലപ്പോൾ ഒരു പോയിന്റ് ആയിരിക്കും പറയുന്നത്, പക്ഷെ 100 പോയിന്റ് ആയിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അതാണ് പറയാറുള്ളത്. ആലയം കഴിഞ്ഞു പോകുമ്പോൾ ആൾക്കാർ പറയാറുള്ളത്, എന്നോട് ദൈവം സംസാരിച്ചു, എൻ്റെ ആവശ്യമറിഞ്ഞ് ദൈവം സംസാരിച്ചു. അവിടെ ദൈവമുണ്ട്, ആ ആലയത്തിൽ ദൈവമുണ്ട്. എൻ്റെ ആവശ്യം എങ്ങനെ ആ നടത്തിപ്പുകാരൻ അറിഞ്ഞു? ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യമാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുമാറ് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടട്ടെ, റേമ പുറപ്പെടട്ടെ. ഈ റേമയ്ക്ക് ബൈബിളിൽ ഒരു വാക്കുണ്ട്, അരുളപ്പാട്. എന്താണ്? വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ചില അരുളപ്പാടുകൾ ദൈവം എന്നെ ഏൽപ്പിച്ചു, അത് ഞാൻ കൈമാറ്റം ചെയ്യുവാൻ താല്പര്യപ്പെടുകയാണ്. യിരെമ്യാവ് 4:1. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. നോക്കുക, ദൈവത്തിന്റെ അരുളപ്പാട് എന്താണ്? നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ മടങ്ങി വരാൻ ഒരു അരുളപ്പാട്. എന്തിലേക്ക്? പഴയ പ്രാർത്ഥനാ സ്വഭാവത്തിലേക്ക്. യെസ്, ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞ നാളിലുള്ള ഉണ്ടായിരുന്ന ആ ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്. നിങ്ങൾ മാത്രമല്ല, ഞാനും ആദ്യം 30 അധ്യായം വായിക്കുമായിരുന്നു. ഇപ്പൊ ആലയത്തിന്റെ പണി വന്നപ്പോഴത്തേക്ക് വായനയൊക്കെ അങ്ങ് കുറഞ്ഞു. കർത്താവേ, നീ സകലം അറിയുന്നല്ലോ. അതല്ല, അത് ആവശ്യമാണ്. ആലയത്തിന് പണിക്ക് ഒരു സമയങ്ങൾ ഒരുപാട് ചെലവഴിക്കുന്നത് ശരിയാ. അതിലുപരിയായിട്ട് ആ പഴയ കാഴ്ചപ്പാടുകളിലേക്ക് നാം മടങ്ങി വരണം. ഒരാമേൻ പറഞ്ഞ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നാം മടങ്ങി വരണം, വിശുദ്ധിയിലേക്ക് നാം മടങ്ങി വരണം, വചനധ്യാനത്തിലേക്ക് നാം മടങ്ങി വരണം, ആലയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നിലവാരങ്ങളിലേക്ക് നാം മടങ്ങി വരണം, 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്ന നിലവാരങ്ങളിലേക്ക് നാം മടങ്ങി വരണം, സുവിശേഷം പങ്കുവെക്കുന്ന നിലവാരങ്ങളിലേക്ക് നാം മടങ്ങി വരണം. മടങ്ങി വന്നാൽ മടങ്ങി വരുന്ന ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? മടങ്ങി വന്നാൽ മടങ്ങി വരുന്ന ദൈവം. നാമത്തെ അറിഞ്ഞാൽ ഉയർത്തുന്ന ദൈവം, മാനിച്ചാൽ മാനിക്കുന്ന ദൈവം, ഉടഞ്ഞു പോയതിനെ ഉടച്ചു വാർക്കുന്ന ദൈവം, നാമാവിശേഷമായതിനെ പ്രശംസാ വിഷയമാക്കുന്ന ദൈവം. അടുത്തു വന്നാൽ
അടുത്തു വരുന്ന ദൈവം. പ്രാർത്ഥനയോട് അടുത്തു വന്നാൽ മറുപടിയുമായി അവൻ അടുത്തു വരും. സ്തുതിയോടെ അടുത്തു ചെന്നാൽ മഹത്വത്തോടെ അവൻ അടുത്തു വരും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് സ്തുതിക്കട്ടെ. മടങ്ങി വന്നാൽ മടങ്ങി വരുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. അങ്ങനെ മടങ്ങി വന്നാൽ എന്തോ കിട്ടുമെന്നാ വായിക്കുന്നത്. നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. സത്യമാണ് മക്കളെ. ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി പോയാൽ അവിടെയും ഇവിടെയും അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. നാട്ടുകാരുടെ മുമ്പിലും ബന്ധുക്കളുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരികയില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ദൈവസന്നിധിയിൽ മടങ്ങി വരിക. ദൈവസന്നിധിയിൽ മടങ്ങി വരിക. പ്രാർത്ഥനയുള്ള അമിത ആത്മവിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. വചനം ഉള്ളിൽ വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും എന്ന കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരിക. ദൈവത്തിന് കൊടുക്കും. ലഭിക്കുന്ന ദശാംശം കറക്റ്റായിട്ട് ദൈവത്തിന് വേർതിരിക്കും എന്ന കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരിക. കഴിഞ്ഞ നാളുകൾ നിന്നെ ഉയർത്തിയ കാഴ്ചപ്പാടുകളുണ്ട്. കഴിഞ്ഞ നാളുകൾ നിന്നെ മാനിച്ച നല്ല നിലവാരങ്ങളുണ്ട്. കൈവിട്ടുപോയ നിലവാരങ്ങൾ മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. കർത്താവിലേക്ക് മടങ്ങി വരിക. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്ത് മടങ്ങി വരിക. ഇവിടെ വായിച്ച കാര്യം എന്താണ്? മ്ലേച്ഛ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞ്. എന്താണ് മ്ലേച്ഛ വിഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ, മറ്റ് സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ, ജോലിക്ക് കൊടുക്കുമ്പോൾ അതെന്തായി മാറും? മ്ലേച്ഛ വിഗ്രഹമായി മാറും. വിഗ്രഹാരാധന ദൈവത്തിന് ഇഷ്ടമല്ല. അത് ദൈവത്തിന് വഷളത്വമാണ്. ദൈവത്തെ പകയ്ക്കുന്ന നിലവാരമെന്നാണ് വിഗ്രഹാരാധനയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. മ്ലേച്ഛ വിഗ്രഹങ്ങളെ ഉടച്ച് കർത്താവിലേക്ക് മടങ്ങി വരുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ഒന്ന് കരങ്ങളെ ഉയർത്തി സ്തുതിക്കട്ടെ. യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ അടുത്ത ഒരു അരുളപ്പാട് വായിക്കാൻ കഴിയും. യിരെമ്യാവിന്റെ പുസ്തകം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കടലിന് കവിഞ്ഞുകൂടാതെ വണ്ണം നിത്യപ്രമാണമായി മണൽ അതിരാക്കി വെച്ചിരിക്കുന്നു. തിരകൾ അലച്ചാലും സാധിക്കയില്ല. വളരെ ആഴമേറിയ ഒരു ദൂതാണ്, റേമയാണ് ഇവിടെ വായിച്ചത്. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ കണ്ടു കാണും, നിങ്ങളുടെ പാസ്റ്റർ തുടക്കത്തിൽ എന്ത് ചെയ്തു? മുട്ടുമടക്കി തല കൊണ്ടൊന്ന് തറേ മുട്ടിച്ചു. നിങ്ങൾക്കും മാതൃകയായിട്ടാണ് ഞാൻ ചെയ്തത്. കാര്യം എന്നെ ദൈവം പഠിപ്പിച്ച പാഠം എന്താണ്? ദൈവസന്നിധിയിൽ വിറയ്ക്കണം. ഇവിടെ വന്ന മിക്ക വിശ്വാസികളും മുട്ടുമടക്കി തല കൊണ്ടും തറയെ മുട്ടിച്ചു. മുട്ടുമടക്കി, അതിലുപരി നിങ്ങളുടെ എല്ലാ ഭാഗത്ത് മുട്ട് മടങ്ങിയിരിക്കുന്നു, തല വണങ്ങിയിരിക്കുന്നു, നെടുമ്പാട് വീഴുന്നു. ആലയം ഞാൻ കണ്ട പഴയ കാലത്ത് ഞാൻ കണ്ട ആലയങ്ങൾ എന്താണെന്നറിയാമോ? നടത്തിപ്പുകാരനെ കൊങ്ങയ്ക്ക് പിടിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഓർക്കുകയാണ്, നമ്മുടെയൊക്കെ വിശ്വാസവും കാഴ്ചപ്പാടൊക്കെ വലുതാണ് കേട്ടോ. അത് നല്ല കാര്യങ്ങളാണ്. കല്യാണത്തിന് നിശ്ചയത്തിന് ഞാൻ ബേബിയെ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി, ബേബി സ്റ്റേജിൽ വന്നപ്പോൾ എനിക്ക് തോന്നി ബേബിയെ പറഞ്ഞയക്കണോ, ബേബിക്ക് പകരം വേറെ ആളെ. കാരണം ഞാൻ വിചാരിച്ച് പറഞ്ഞുകൊണ്ടല്ല, അവരിലൊരാളൂടെ ഒപ്പിടട്ടെ. പാരമ്പര്യ സഭയിലായിരുന്നെങ്കിൽ അത് മതി. എന്നെ സ്റ്റേജിൽ കയറ്റിയിട്ട് എന്നെ പറഞ്ഞു വിട്ടല്ലേ. നോക്കുക, അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് മടങ്ങിപ്പോയിരിക്കുന്നു. കാര്യം എന്താണ്? ദൈവസന്നിധിയാണ്. കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് ആരാണ്? ദൈവമാണ്, മനുഷ്യരല്ല. എന്നെ മാനിക്കുന്നൊരു ദൈവമുണ്ട് എന്ന ചിന്തയാണ് അവിടെ വ്യാപരിക്കുന്നത്. അതാണ് വേണ്ടത്. ദൈവസന്നിധിയിൽ ഉറക്കവേ. ഇവിടെ ജീവനുള്ള ദൈവമുണ്ട്. നിന്നെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന. മനുഷ്യനല്ല, പ്രസ്ഥാനമല്ല, സംഘടനകളല്ല. സമാന്തരമായി നീങ്ങരുത്, ലംബമായി നീങ്ങണം. ദൈവസന്നിധിയിൽ വിറയ്ക്കുവിൻ. വചനം പറയുന്നു, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് തണുരുപ്പീൻ. ഇവിടെ വായിച്ച കാര്യം എന്താണ്?
കടലിന് മണല് കൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? അതിര് എത്ര തിരകൾ അലച്ചാലും അതിനെ മറികടക്കുവാൻ ഒക്കത്തില്ല. നോക്കുക, നിസ്സാരപ്പെട്ട മണല് കൊണ്ടാണ് വലിയ കടലിന് അതിര് വെച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തൊട്ടടുത്ത് പ്രതികൂലം നിൽക്കുകയാണ്, പക്ഷേ അടുക്കാനൊക്കത്തില്ല. തടഞ്ഞിരിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മൾ പലപ്പോഴും ആ പ്രതികൂലം കണ്ട് ഭയപ്പെടുന്നവരാണ്. അയ്യോ, തൊട്ടടുത്തിരിക്കുകയാണല്ലോ, ഗ്യാസ് കുറ്റി തൊട്ടടുത്തിരിക്കുകയാണ്, പൊട്ടിത്തെറിക്കത്തില്ലേ? ഇല്ല മക്കളെ, ഇതിന് ആതിര് വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രതികൂലത്തിന്, നിന്റെ തിരകൾക്ക്, തിരമാലകളാകുന്ന കടഭാരത്തിന്, രോഗത്തിന്, മണലുകൊണ്ട്, നിസ്സാരപ്പെട്ട മണലുകൊണ്ട് ആതിര് വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ സന്നിധിയിൽ വിറയ്ക്കുവീൻ, വിറയ്ക്കുവീൻ എന്ന യഹോവയുടെ അരുളപ്പാട്. മുമ്പോട്ട് പോകാം. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കാം. അടുത്ത അരുളപ്പാട് എന്താണ്? യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 28-ാമത്തെ വാക്യം. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എന്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എന്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും കോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് പെന്തക്കോസ്ത് ഗോളത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്ന് ഓർപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് കള്ളപ്രവാചകന്മാരാൽ, കള്ളപ്രവാചകികളാൽ ചതിക്കപ്പെട്ടും വഞ്ചിക്കപ്പെട്ടും കഴിയുന്നത്. ഈ വാക്യം വായിച്ചത് കേട്ടോ നിങ്ങൾ? അവരെന്ത് വിവരിക്കുകയാണ്? അവർ കണ്ട സ്വപ്നമാണ് അവർ വിവരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഏത് കാറ്റഗറിയിൽ പെടുന്നു, ഏത് നിലവാരങ്ങളിൽ ജീവിക്കുന്നു, നമ്മുടെ സ്റ്റാൻഡേർഡ് എന്താണ്, അതിനനുസരിച്ചാണ് നാം എന്ത് കാണുന്നത്? സ്വപ്നം കാണുന്നത്. അതിനുപരി കാണുവാൻ സ്വാഭാവികമായിട്ട് നമുക്ക് കഴിവില്ല. അതുപോലെ ആ പ്രവാചകന്റെ സ്റ്റാറ്റസ് എന്താണ്, അവൻ്റെ നിലവാരം എന്താണ്, അതിനനുസരിച്ച് അവൻ കാണുന്ന സ്വപ്നങ്ങളാണ് അവൻ വിവരിക്കുന്നത്. അതെന്താണെന്ന് പറയുന്നത്? അതെന്താണ്? അവിടെ വായിക്കുന്നു, അത് വൈക്കോലാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അതാ പറഞ്ഞ നിങ്ങൾ ചിന്തിക്കണം, കൂടെ ചിന്തിക്കണം കേട്ടോ. വചനം വളരെ ശ്രദ്ധയോടെ ഗ്രഹിക്കണം കേട്ടോ. അതെന്താണ്? കള്ളപ്രവചനങ്ങൾ, മനുഷ്യൻ്റെ മാനുഷിക വാക്കുകൾ, അഡ്വൈസുകൾ അല്ലെങ്കിൽ പ്രവചനങ്ങളെല്ലാം എന്താണ്? വൈക്കോലാണ്. കോതമ്പ് എന്താണ്? ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കുന്നതാണ് ഗോതമ്പ്. വൈക്കോലും കൊണ്ട് വീട്ടിൽ പോകരുത്. എന്തും കൊണ്ട് പോകണം? നിങ്ങൾ കേൾക്കുന്നത് ഗോതമ്പ്. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നത്, ഗോതമ്പ് ജീവന് ആധാരമായത്, ഗോതമ്പ് വിഷപ്പടക്കുന്നത്, ഗോതമ്പ് വിലയുള്ളത്, വൈക്കോല് വിലയില്ലാത്തത്, വൈക്കോല് കത്തിപ്പോകുന്നത്, വൈക്കോല് പുറത്ത് എറിഞ്ഞു കളയുന്നത്. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്ന ഗോതമ്പ് സ്വീകരിച്ച്, അരുളപ്പാട് സ്വീകരിച്ച് ദൈവത്തിൽ മഹത്വം കൊടുക്കുക. ഒരു വാക്യം കൂടെ അനുബന്ധമായി വായിച്ചോട്ടെ. അതേ പുസ്തകം 32-ാമത്തെ വാക്യം കൂടെ. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഫോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എന്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്ന യഹോവയുടെ അരുളപ്പാട്. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഫോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും. വ്യർത്ഥ പ്രശംസ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയത്തില്ല, എനിക്കറിയാം. പാരമ്പര്യ സഭയിലൊക്കെ നമ്മൾ ആയിരുന്നപ്പോഴത്തേക്ക് ഈ പ്രവാചകൻ വരും മുമ്പ് എന്ത് ചെയ്യും? പുള്ളി ഒന്ന് കാണും. എന്താണെന്നറിയാമോ? നല്ല വാക്ക് വിളിച്ച് പറയണം, വേറെ കുഴപ്പമൊന്നും വിളിച്ച് ഒരു കൈവിടക്കം ആദ്യമോ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് പറയും? തിന്മ പറയും. കിട്ടിയാലോ വ്യർത്ഥ പ്രശംസകൾ. നിന്നെ മാനിക്കുവാൻ പോവുകയാണ്. പട്ടണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകും. കള്ളപ്പന്നിയ, കള്ള കോൺട്രാക്ട്, എല്ലാ കള്ളത്തരമുണ്ട്, എല്ലാ ദുഷ്ടതയുണ്ട്. അവനോട് പറയാം, നിന്റെ പട്ടണത്തിൻ്റെ വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. നീ പുറത്തു പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കും, അകത്ത് വരുമ്പോൾ. ഇതാണ് വ്യാജ സ്വപ്നങ്ങളെ ദർശിച്ച് ജനത്തെ ചതിക്കുക. അവിടെ വായിക്കുന്നു, ജനത്തെ തെറ്റിച്ച് കളയുക. ഒരമയം പറഞ്ഞാട്ടെ, തെറ്റിച്ച് കളയുക. ആ ദൈവത്തോട് അടുപ്പിക്കാതെ
തെറ്റിച്ച് കളയുക. പണ്ടൊക്കെ കാലങ്ങളിൽ ഞങ്ങളുമൊക്കെ അനുഭവിച്ച കാര്യങ്ങളാണ്. പ്രവാചകൻ വരുമ്പോഴത്തേക്ക് ഭയങ്കര ഭയങ്കര കൈയടിയും പ്രാർത്ഥനയും സ്തോത്രവും ഒക്കെ കരുന്ന അത് കണ്ടിട്ട് എന്തെങ്കിലും പറയാതിരിക്കട്ടെ. മനസ്സിലായില്ലേ? അതുവരെ ഇല്ലാത്ത കൈയടിയും സ്തോത്രവും എല്ലാം പ്രവാചകൻ വരുമ്പോൾ ഉണ്ടാകും. കാര്യം എന്താണ്? ഇനി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ പ്രവാചകൻ നോക്കുന്ന കാര്യം എന്താണ്? നല്ലോണം കൈയടിക്കുന്നുണ്ടോ? കൈയടിക്കുന്നെങ്കിൽ തെറ്റൊന്നും പറയത്തില്ല. അവൻ പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കുകയാണ്, അല്ലേ? ഒരാൾ നല്ല കൈയടിക്കുകയാണ്, കള്ളനാ, അകത്ത് ഭയങ്കര കൈയടിയോ, നല്ല അവന് നോക്കി നല്ല ഇങ്ങനെയുള്ള കാര്യം. ഇതൊക്കെ വ്യർത്ഥ സ്വപ്നങ്ങളെ പ്രവചിക്കുന്ന കള്ള നിലവാരങ്ങളാണ്. അവർ നിങ്ങളെ തെറ്റിച്ച് കളയുകയാണ്. ദൈവത്തോട് നിങ്ങളെ അടുപ്പിക്കുകയല്ല, തങ്ങളിലേക്ക് നിങ്ങളെ അടുപ്പിക്കുകയാണ്. പണ ലാഭത്തിനു വേണ്ടി, ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായം എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ടും വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ജനത്തെ തെറ്റിച്ച് കളയരുത്, ജനത്തെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ആലയത്തിൽ വരുന്നത് കൊണ്ട്, ഈ വചനങ്ങൾ കേൾക്കുന്നതുകൊണ്ട് നിങ്ങളും ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുന്നുണ്ടോ? ഒരൊറ്റ ചോദ്യം, ഇത് വിചിന്തനം ചെയ്യുക, നന്നായി ശ്രദ്ധിക്കുക, സുബോധത്തോടെ ശ്രദ്ധിക്കുക. നിങ്ങളും ദൈവമായുള്ള ബന്ധം ഈ ആലയത്തിൽ കേൾക്കുന്ന വചനം കൊണ്ട് ശക്തിപ്പെടുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നീ കേൾക്കുന്നത് യഥാർത്ഥ വചനങ്ങളാണ്, അതല്ല മനുഷ്യനുമായുള്ള ബന്ധമാണ് ശക്തിപ്പെടുന്നെങ്കിൽ നീ വ്യാജ സ്വപ്നങ്ങളെ വിവരിച്ചു പറയുന്ന കള്ളപ്രവാചകന്റെ വാക്കുകളാണ്. സത്യാലയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്? നിന്നെ ദൈവത്തോട് അടുപ്പിക്കുക, നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക. നീ കേൾക്കുന്ന വാക്കുകൾ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുമെങ്കിൽ നിന്റെ വീട്ടിൽ പ്രാക്ടിക്കൽ സംഭവിക്കും. ഒരാമേൻ പറഞ്ഞാട്ട്, ഇവിടെ തിയറി കിട്ടുന്നത് വീട്ടിൽ പ്രാക്ടിക്കൽ സംഭവിക്കും. ഇവിടെ പ്രാർത്ഥനയ്ക്കുള്ള അവബോധം കിട്ടുമ്പോൾ രാത്രിയിൽ നീ അറിയാതെ എഴുന്നേൽക്കും, മുട്ടുമടക്കി ആടി ആടി മല്ലു പിടിച്ചു പ്രാർത്ഥിക്കും. അവന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഞാനും ദൈവമായുള്ള ബന്ധം ശക്തിപ്പെട്ടാൽ, ദൈവത്തോട് മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചാൽ യാക്കോബിന്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. യാക്കോബ് മല്ലു പിടിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അരുളപ്പാട് കേൾക്കുക. യഹോവയുടെ അരുളപ്പാട്. തെറ്റിച്ച് കളയുന്ന വ്യാജ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകരുത്. വീണ്ടും അതേ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അതേ പുസ്തകം 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. പല ഭവനങ്ങളുടെയും ചുവരുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാക്യമാണ് ഈ വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ആര് പ്രത്യാശിക്കുന്ന? നിങ്ങൾ. ആർക്കാണോ ശുഭഭാവി വേണ്ടത് അവർ പ്രത്യാശിക്കണം. നിങ്ങൾക്ക് വേണ്ടി പാസ്റ്റർ പ്രത്യാശിച്ചാൽ പോരാ, നിങ്ങൾക്ക് വേണ്ടി അമ്മയും അപ്പനും പ്രത്യാശിച്ചാൽ പോരാ. നിങ്ങളുടെ ശുഭഭാവി നിങ്ങൾ പ്രത്യാശിക്കണം. ഒരമ്മയും പറഞ്ഞാട്ട് ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഒരമ്മയും പറഞ്ഞാട്ട് മറ്റാരുടെയും പ്രാർത്ഥനയല്ല, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ഫലപ്രദമായ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മറ്റാരൊക്കെ പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ശാശ്വതമായ ഒരു അനുഗ്രഹം ലഭിക്കുകയില്ല. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. എന്ത് പ്രത്യാശിക്കണം? ശുഭഭാവി. ഒരമ്മയും പറഞ്ഞാട്ടെ, എന്തെങ്കിലും അല്ല, അഡ്ജസ്റ്റ്മെന്റ് അല്ല, ശുഭഭാവി. അസാധാരണമായ ഭാവി. നിങ്ങളുടെ ബന്ധുക്കൾ അസൂയപ്പെടുന്ന ഒരു നല്ല ഭാവി, ദേശത്ത് മാനിക്കപ്പെടുന്ന ഒരു ഭാവി, പട്ടണത്തിൽ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു ശുഭഭാവി, ഉയരുന്ന ഒരു ശുഭഭാവി, ദേശത്തിന്റെ ഉന്നതങ്ങളിൽ വാഹനമേറി സഞ്ചരിക്കുന്ന ഒരു ശുഭഭാവി നിങ്ങൾ പ്രത്യാശിക്കണം. ഇതുകൊണ്ടാണ് വിശ്വാസ വാക്കുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഈ ആലയത്തിൽ എന്താ പഠിപ്പിക്കും? കാര്യം നിങ്ങളാണ് നിങ്ങളുടെ ശുഭഭാവി
പ്രത്യാശിക്കേണ്ടത്. പ്രിയമക്കളെ, നിങ്ങൾക്കൊരു നന്മ ആവശ്യമെങ്കിൽ എല്ലാ ദിവസവും ഞാനൊരു കാഴ്ചപ്പാട് പകരുകയാണ്. എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ആ കൊച്ചു പുസ്തകം, കാണാപ്പാഠം പഠിക്കാൻ കഴിയുമെങ്കിൽ കാണാപ്പാഠം പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൊച്ചു പുസ്തകമുണ്ടല്ലോ, എന്താണ്? വിശ്വാസവാക്കുകളും ദൈവത്തിൻ്റെ. നിങ്ങൾക്ക് നടക്കുവാൻ സ്ഥലം വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കാമ്പൗണ്ടിലുണ്ടെങ്കിൽ അത് വായിച്ച് നടക്കുക. മിക്കപ്പോഴും എല്ലാ ദിവസങ്ങളിലും കഴിയുമെങ്കിൽ വ്യായാമം ചെയ്യാൻ ഞാൻ പോകുമ്പോൾ ഞാൻ പറയും, ഐ ആം സ്ട്രോങ്, ഐ ആം ഹെൽത്തി, ഐ ആം ഇൻ ഷേപ്പ്, ഐ ആം ഫുൾ ഓഫ് എനർജി, ഐ ആം ടാലൻറ്റഡ്, ഐ ആം വാല്യുബിൾ. ഇങ്ങനെ വിശ്വാസ വാക്കുകൾ പറഞ്ഞു നടക്കും. താല്പര്യം എന്താണ്? ഞാൻ പറയുന്നത് ആ ദിവസം എനിക്ക് സംഭവിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. നാളെയല്ല, മറ്റന്നാളല്ല, ഞാൻ പറയുന്ന കാര്യം ആ ദിവസം രാവിലെ ഞാൻ പറയുന്നത്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ജീവനകാര്യങ്ങൾ ഇടപെടുമ്പോൾ, ഞാൻ കടയിൽ പോകുമ്പോൾ, ഞാൻ പഠിക്കുമ്പോൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശുഭഭാവി എനിക്ക് സംഭവിക്കണം. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. പ്രിയമക്കളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് ചില പോസിറ്റീവായ പഠിപ്പീരുകളുണ്ട്. രാവിലെ ഉണരുമ്പോൾ ലോക മനുഷ്യൻ പഠിപ്പിക്കുകയാണ്. രാവിലെ ഉണരുമ്പോൾ എന്ത് പറയണം? ഇന്നത്തെ നല്ല ദിവസത്തിനായി നന്ദി ദൈവമേ എന്ന് പറയണം. അവർക്ക് യേശുവിനെ അറിയത്തില്ല, ദൈവത്തെ പോലും അറിയാം, എങ്കിലും പറയുകയാണ്, അവർ പഠിപ്പിക്കുകയാണ്, ഇന്നത്തെ നല്ല ദിവസത്തിനായി നന്ദി, നടക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കായി ദൈവത്തിന് നന്ദി. ഇങ്ങനെ പറഞ്ഞു വേണം ഒരു പ്രഭാതം ആരംഭിക്കുവാൻ. നീ പറയുന്നത് നിനക്ക് സംഭവിക്കും. നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിനക്ക് സംഭവിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അസാധാരണമായത് നീ സ്വപ്നം കാണണം. ഹല്ലേലൂയ. വിശ്വാസ കണ്ണാൽ ഡ്രീം ബിഗ്. ദൈവം നിനക്ക് വേണ്ടി അത് ചെയ്യാമോ? ആദ്യം ഒരു പ്രാർത്ഥന ഉയരട്ടെ. ആദ്യം ആഗ്രഹമുണ്ടാകട്ടെ. ആഗ്രഹത്തെ പ്രാർത്ഥനയാക്കി മാറ്റുക. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക. ദൈവം നിനക്ക് വേണ്ടി തുറക്കും. Somebody say hallelujah. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ നീ ഒരു ശുഭഭാവി പ്രത്യാശിക്കുമ്പോൾ അത് നിനക്ക് തരുവാൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു ദൈവമുണ്ട്. അശ്രാന്തം പ്രയത്നിക്കുന്ന, രാപ്പകൽ പ്രയത്നിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കാൻ കഴിയുമോ? നിനക്ക് വേണ്ടി വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. കാക്കകളെ നോക്കുവീൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എന്നാൽ നിനക്ക് വേണ്ടി ദൈവം കരുതുകയാണ്. ശലോമോൻ പോലും ഒരു താമരക്കത്ത് ചമഞ്ഞിട്ടില്ല. അപ്പോൾ താമരയേക്കാൾ നിന്നെ ചമയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ശലോമോനേക്കാൾ നിന്നെ ചമയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാക്കയെ പോറ്റും പോലെ നിന്നെ പുലർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. Only believe. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ തക്കവണ്ണം ഞാൻ നിരൂപിക്കുന്ന നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരമ്മയും പറഞ്ഞാട്ടെ. വീണ്ടും യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 3-ാം വാക്യത്തിൽ വേറൊരു റേമ. യിരെമ്യാവ് 30-ന്റെ 3-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലും യഹൂദായുമായ എൻ്റെ ജനത്തിന്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി, ഞാൻ പ്രവാസം മാറ്റുന്ന കാലം വരും. നാം കാണുന്ന കാഴ്ച എന്താണ്? ജീവിതകാലം മുഴുവൻ പ്രവാസികൾ അല്ലേ? ഗൾഫിൽ പോകുന്നു, ജീവിതകാലം മുഴുവൻ പ്രവാസി. അമ്മയെ വേണ്ട, കുടുംബവും വേണ്ട, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അറബിക്ക് വേണ്ടി അല്ലേ? കാണുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്?
ആ പ്രവാസം മാറ്റിയിട്ട് നിന്റെ പട്ടണത്തിൽ നീ ആയിരിക്കുന്ന ജന്മദേശത്ത് നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഒരാമയം പറഞ്ഞാട്ട് ഒരാമ പ്രവാസങ്ങളെ തകർത്ത് അടിമത്തങ്ങളെ തകർത്ത് നീ ആയിരിക്കുന്ന ചാർച്ചക്കാരുടെ മുമ്പിൽ, നിന്ദിച്ചവരുടെ മുമ്പിൽ, ഒഴിവാക്കിയവരുടെ മുമ്പിൽ, വിടക്കുന്ന എണ്ണിയവരുടെ മുമ്പിൽ നിന്നെ മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതി. യഹോവയുടെ അരുളപ്പാട്. ഞാൻ ഇസ്രായേലും യഹൂദയുമായ എൻ്റെ ജനത്തിൻ്റെ, ഇസ്രായേലും എന്താ രണ്ടിനും അർത്ഥമുള്ളതാണ്. ഇസ്രായേൽ എന്താണ്? ദൈവത്തിൻ്റെ പ്രഭു. യഹൂദ ആരാണ്? സ്തുതിക്കുന്നവൻ. ഇങ്ങനെ സ്തുതിക്കുന്നവരായ ദൈവത്തിൻ്റെ മക്കളായ എൻ്റെ ജനത്തിൻ്റെ പ്രവാസം മാറ്റുവാനുള്ള കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തും. അവർ അതിനെ കൈവശമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. തടസ്സങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അടിമത്തങ്ങളെ തകർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദുഃഖത്തെ സന്തോഷമാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. മുട്ടുമടക്കി മല്ലി പിടിച്ച് പ്രാർത്ഥിക്കുക. സ്വപ്നം കാണാം. ഡ്രീം ബിഗ്. വലിയ സ്വപ്നങ്ങളെ കാണാം. അതിനെ പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ, നടപ്പിലാക്കുവാൻ ദൈവത്തിന് കഴിയും. ദൂതന്മാരെ അയച്ച് അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. പ്രിയമക്കളെ, ഒരു വിശ്വാസിയുടെ ആനുകൂല്യങ്ങൾ എപ്പോഴും നാം മനസ്സിലാക്കിയിരിക്കണം. നിനക്ക് വേണ്ടി 24 മണിക്കൂറും ഓപ്പൺ ആയിരിക്കുന്ന ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദൂതന്മാർ നിന്റെ സേവകാത്മാക്കളാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉയർപ്പിന്റെ ദൂത് കേട്ടപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. ദൂതൻ എന്ത് ചെയ്തു? കല്ല് ഉരുട്ടി മാറ്റി. നിനക്കെതിരെ ശത്രു വച്ചിരിക്കുന്ന കല്ലുകളുണ്ട്. ചിലപ്പോൾ കടഭാരമായിരിക്കാം, കാവൽക്കാരായിരിക്കാം, രോഗമായിരിക്കാം. ആ കല്ലുകളെ ഉരുട്ടി മാറ്റുവാൻ കഴിവുള്ള ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. ദൈവം നിയോഗിക്കട്ടെ. നിനക്ക് വേണ്ടി ദൈവം അവരെ നിയോഗിക്കട്ടെ. ആ ദൂതന്മാർ കല്ലുരുട്ടി മാറ്റുക മാത്രമല്ല, ആ കല്ലിന്മേൽ ഇരിക്കും. ഇനി ഒരിക്കലും ആ കല്ല് വീണ്ടും വന്ന് നിന്നെ മറയ്ക്കരുത്, ഒതുക്കരുത്. ആ കല്ലുരുട്ടി മാറ്റി അതിന്മേൽ ഇരിക്കുന്ന ദൂതനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കട്ടെ. സിംഹത്തിന്റെ വായടയ്ക്കുന്ന ദൂതനുണ്ട്. നിന്നെ ഏത് കാലത്തും സഹായിപ്പാൻ 1000 പദ്ധതി എന്റെ ദൈവത്തിനുണ്ട്. മുമ്പോട്ട് പോകാം. യിരെമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായം 14-ാമത്തെ വാക്യം. യിരെമ്യാവ് 31:14. ഞാൻ പുരോഹിതന്മാരുടെ പ്രാണനെ പുഷ്ടി കൊണ്ട് തണുപ്പിക്കും. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എന്റെ ജനം എന്റെ നന്മ കൊണ്ട് തൃപ്തി പ്രാപിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അറ്റവും മൂലയുമല്ല, എന്തെങ്കിലുമല്ല, അഡ്ജസ്റ്റ്മെന്റ്, തൃപ്തി പ്രാപിക്കുന്ന നിലവാരങ്ങളിൽ, ഭക്ഷിച്ച് ശേഷിപ്പിക്കുന്ന നിലവാരങ്ങളിൽ, ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന നിലവാരങ്ങളിൽ നിന്നെ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. അത് യഹോവയുടെ അരുളപ്പാട്. ഞാൻ എൻ്റെ ജനത്തെ നന്മ കൊണ്ട് തൃപ്തരാക്കും. വീണ്ടും അതേ പുസ്തകം 42-ാം അധ്യായം 11-ാമത്തെ വാക്യം. യിരെമ്യാവിന്റെ പുസ്തകം 42:11-ാമത്തെ വാക്യം. നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കേണ്ട. നിങ്ങളെ രക്ഷിപ്പാനും അവന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് അവനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. ബാബേൽ രാജാവിനെ പേടിക്കേണ്ട എന്ന് യഹോവയുടെ അരുളപ്പാട്. പലപ്പോഴും നാം പലതും ചിന്തിച്ചു കൂട്ടുന്നവരാണ്. രാമൻ പറഞ്ഞാട്ടെ, എൻ്റെ മകളുടെ ഭാവി എങ്ങനെ ആകും? ഇങ്ങനെ പോയാൽ എവിടുന്ന് പെണ്ണ് കിട്ടും? എവിടുന്ന് ചെറുക്കനെ കിട്ടും? എനിക്കൊരു വീടില്ല, നാളുകളായി ഞാൻ വാടക വീട്ടിൽ പാർക്കുന്നു. പ്രിയമക്കളെ, ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ചതിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കേക്ക്, ശ്രദ്ധിച്ച് കേൾക്കണം. അവസാനമേ നിങ്ങൾ ആമേൻ പറയാവോ? കേക്ക്, നിങ്ങൾ വാടക വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട് നല്ലൊരു വീടാണ്, നല്ല ചുറ്റുപാടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കുന്ന വാടകയ്ക്ക് കർത്താവിൻ്റെ വരെ താമസിക്കാൻ കർത്താവ് വഴിയൊരുക്കും. അത് നല്ല ഭവനത്തിൽ. ഒരമയം പറഞ്ഞാട്ട്, ഒരമയം പറയാൻ കഴിയുമോ? വാടക കൂട്ടത്തില്ല. അങ്ങനെ ഒരു അനുഭവം ഇവിടെ അകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ ശക്തമായി നിങ്ങൾ അവകാശബോധത്തോടെ പ്രാർത്ഥിക്കണം. അല്ല, നല്ല സാമ്പത്തികം കൊടുത്ത്, ന്യായമായ പണം കൊടുത്ത്
ആ വീട് അവകാശമാക്കുവാൻ കഴിയും. കാര്യം എന്താണ്? വചനം പറയുന്നു, നീ കാൽ ചവിട്ടുന്ന ദേശം നിന്റെ അവകാശം. നീ കാൽ ചവിട്ടുന്ന ദേശം. ഇതറിയാവുന്ന ആൾക്കാരെ പെന്തക്കോസ്തുകാർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കത്തില്ല. അറിയാവോ? അങ്ങനൊരു കാര്യമുണ്ട്. ഒഴിയത്തില്ലെന്നല്ല, അവർ ഒഴിയും, പക്ഷേ അവരെന്ത് ചെയ്യും? അത് അവകാശമാക്കും. ഒരാമേൻ പറഞ്ഞാൽ ആരെയും ചതിക്കാനും വഞ്ചിക്കാനും അല്ല ഞാൻ പറയുന്നത്. ഒരു വീടുള്ള ആളല്ല ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നത്, അല്ലേ? അല്ല, കൊടുക്കുമോ? കൊടുക്കത്തില്ല, അല്ലേ? അപ്പോൾ നോക്കുക, ന്യായമായ നിലവാരങ്ങളിൽ അതിനെ അവകാശമാക്കുവാൻ നിനക്ക് കഴിയും. അതിലുപരി പ്രകാരം വായിച്ച് പറഞ്ഞല്ലോ, നീ കാൽ ചവിട്ടുന്ന ദേശം നിന്റെ അവകാശം. അങ്ങനെയെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന ദേശം എത്രയധികം നിന്റെ അവകാശം. നീ മല്ലു പിടിക്കുന്ന ദേശം എത്രയധികം നിന്റെ അവകാശം. പ്രിയമക്കളെ, ഈ ആലയം നാം വാങ്ങിയത് മല്ലു പിടിച്ച് പ്രാർത്ഥിച്ചാണ്, പണം കൊടുത്തല്ല. ഒന്നും കൊടുക്കാതെ ഈ ആലയത്തിന് മുമ്പിൽ രാത്രി 2 മണി സമയത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദൈവത്തിന് കഴിയും, കഴിയും, കഴിയും. അത് മാതൃകയാകട്ടെ. യെസ്, വായിച്ച്, നിങ്ങൾ പേടിക്കുന്ന ബാബേൽ രാജാവിനെ പേടിക്കണ്ട. നിങ്ങൾ പേടിക്കുന്ന കടഭാരത്തെ പേടിക്കണ്ട. നിങ്ങളെ രക്ഷിപ്പാനും ആ ബാബേൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും ഞാൻ നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് അവൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ. യെസ്, ആകയാൽ നിങ്ങൾ പുറപ്പെടുവിൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ അന്ത്യ വാഗ്ദത്തങ്ങളിൽ ഒന്നാണ്, നീ ഭാരപ്പെടരുത്, നിന്നെ സഹായിപ്പാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. ഓ ജനം വിടക്കുന്നിട്ടെ, തള്ളിക്കളയട്ടെ, ഒഴിവാക്കട്ടെ. നീ പ്രസ്ഥാനങ്ങൾ, സംഘടനകൾ ഒഴിവാക്കട്ടെ. ഭാരപ്പെടേണ്ട. നിന്നെ ഉയർത്തുവാൻ, നിന്നെ മാനിക്കുവാൻ, അത്ഭുത വിഷയമാക്കുവാൻ ദൈവം നിന്റെ കൂടെയുണ്ട്. നീ ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക. വല്ലുപിടിച്ച് പ്രാർത്ഥിക്കുക. രാത്രിയിൽ സുഖമായി ഉറങ്ങരുത്. അല്പം എഴുന്നേറ്റ് അല്പനേരം വല്ലുപിടിച്ച് പ്രാർത്ഥിക്കുക. മുമ്പോട്ട് പോകാം. യോവേൽ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. വേഗത്തിൽ യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിങ്കിലേക്ക് തിരിവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമക്കളെ, ഓരോ ദിവസവും പ്രാർത്ഥനയിലാണ് പുതിയ പുതിയ പദ്ധതികൾ എനിക്ക് ഉരുത്തിരിഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ദർശനം കാണിച്ചു. കേട്ടാൽ നിങ്ങൾ അതിശയിക്കും. ഞാൻ ചില അസാധാരണ കാര്യങ്ങൾ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനാണ്. എനിക്കൊരു താല്പര്യമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ലഭിക്കണം. ഒരമ്മയും പറഞ്ഞാട്ടെ. ഞാൻ ആഗ്രഹിച്ചു, എനിക്കൊരു ഫ്ലാറ്റ് വേണം. ഏറ്റവും ഈ പട്ടണം മുഴുവൻ കാണത്തക്കൊണ്ടൊരു ഫ്ലാറ്റ് വേണം. എനിക്ക് സ്വന്തമായിട്ട് വേണം നിർബന്ധമില്ല. ഒരാൾ പറയാണ്, പാസ്റ്ററെ ഞങ്ങൾ അമേരിക്കയിലേക്ക് പോവുകയാണ്, 1 വർഷം ഫ്ലാറ്റ് ഒഴിവായി കിടക്കുന്നു, പാസ്റ്റർക്ക് അവിടെ പോയി താമസിക്കാം, പ്രാർത്ഥിക്കാം, അത് മതി. 1 വർഷം. അത് കഴിയുമ്പോഴത്തേക്ക് വേറെ ആൾ പറയുകയാണ്, പാസ്റ്ററെ അവർ പോയല്ലോ, അവർ ഫ്ലാറ്റ് തിരികെ കൊടുത്താണ്, ഞങ്ങളെ ഫ്ലാറ്റ് താമസിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ മതി. ഇവിടെ സ്വന്തം പേരിലൊന്നും വേണം നിർബന്ധമില്ല. ഒരമ്മയും പറഞ്ഞാട്ടെ. കാരണം ഇതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെതാണ്. പക്ഷേ നമുക്ക് അനുഗ്രഹം പ്രാപിച്ചേ മതിയാകൂ, നമുക്ക് ഉയർന്നു വന്നേ മതിയാകൂ. നമ്മുടെ താല്പര്യം പോലെ, ആഗ്രഹം പോലെ, ദർശനം പോലെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടേ മതിയാകൂ. നാം അനുഭവിക്കേണ്ടത് ശത്രുവല്ല അനുഭവിക്കേണ്ടത്, നാം അനുഭവിക്കേണ്ടത് കള്ളപ്രവാചകനല്ല അനുഭവിക്കേണ്ടത്, നാം അനുഭവിക്കേണ്ടത് നാം തന്നെ അനുഭവിക്കണം. അത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. മക്കളെങ്കിലോ അവകാശികൾ. നാം പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. പണ്ട് കാലങ്ങളിലൊക്കെ നാം പോയിരുന്ന പ്രസ്ഥാനങ്ങൾ പറഞ്ഞു, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും വെച്ചോണ്ടിരിക്കരുത്, ആവശ്യങ്ങളാണ്, ആഗ്രഹങ്ങളാണ് നിരാശയ്ക്ക് കാരണം. അത് മറ്റ് ചില പ്രത്യേക സമുദായത്തിന്റെ പഠിപ്പീരുകളാണ്. അതിലേക്ക് ഒരു പെന്തക്കോസ്തുകാരൻ വിശ്വാസി കടന്നു വരരുത്. അത് അധപ്പതനമാണ്. ആഗ്രഹങ്ങളാണ് നിരാശയ്ക്ക്
കാരണം അതുകൊണ്ട് ആഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ വചനം പറയുന്നത് നിന്റെ നല്ല ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിക്കും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് കരം ചേർത്ത്, നിന്റെ നല്ല ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിക്കും. Only believe. നിന്റെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്, ഡ്രീം ബിഗ്. എന്നെ ദൈവം ഒരു കാഴ്ച കാണിച്ചു കേട്ടോ. വിശ്വസിക്കുക. എനിക്കൊരു പുതിയ ഭവനം കർത്താവ് ഒരുക്കുന്നു. പാസ്റ്റർ ഇതൊക്കെ പോരെ മക്കളെ? എൻ്റെ കർത്താവ് പറഞ്ഞ പിന്നെ എന്ത് ചെയ്യാനൊക്കും? ഒന്ന് ഒഴിവാകാനൊക്കെ. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്നെ നോക്കുക. ഒരു അസാധാരണ ഭവനം എന്നെ കാണിച്ചു. അടിയിലത്തെ തട്ടിൽ, ആ ഫസ്റ്റ് ഫ്ലോറിൽ 10,000 പേർക്ക് കൺവെൻഷന് കൂടാൻ കഴിയും. ഹല്ലേലൂയ. എന്നെ കാണിച്ച കാഴ്ചയാണ്. 10,000 പേർക്ക്. നിങ്ങളുടെ ഡയറിയിൽ എഴുതി വെക്കാം. അതിൻ്റെ ആദ്യത്തെ നിലയിൽ ആ കാർ പാർക്കിങ്ങും ഉപയോഗിക്കും, അല്ലാതെയും ആ സ്ഥലത്ത് 10,000 പേർക്ക് ഒരു സമയത്ത് ഇരിക്കുവാൻ കഴിയും. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ, കൺവെൻഷൻ നടക്കുകയാണെങ്കിൽ 10,000 പേർ ഒരേ സ്ട്രെച്ചിൽ ഇരിക്കുവാൻ കഴിയും. എന്നെ കാണിച്ച കാഴ്ചയാണ്. എൻ്റെ 3 നിലകൾ കാർ പാർക്കിംഗ് ആണ്. മുകളിലേക്ക് 3 നില കാർ പാർക്കിംഗ് ആണ്. ഹല്ലേലൂയ. യെസ്. അതിൻ്റെ അടുത്ത നില ഗസ്റ്റുകൾക്കുള്ളതാണ്. ഒരു നില സ്വിമ്മിംഗ് പൂളാണ്. അതൊക്കെ വേണോ പാസ്റ്റർ? വേണം. ഏറ്റവും നല്ല വ്യായാമമാണ് സ്വിമ്മിങ്. വേണം. ഇതൊക്കെ ദൈവം ഒരുക്കുന്ന ഇതിലൊന്നും നമ്മൾ കുറഞ്ഞു പോകരുത് മക്കളെ. നീ ഒന്നും തത്രപ്പെടേണ്ട, ആരെയും വഞ്ചിക്കണ്ട, ചതിക്കണ്ട. നീ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. നീ അസാധാരണമായിട്ട് ഉയർത്തപ്പെടും. നിന്നെ മാനിക്കാൻ ദൈവത്തിന് 1000 പദ്ധതിയുണ്ട്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്. തൻ്റെ മക്കൾ ഉയരണമെന്നാണ് ദൈവത്തിൻ്റെ താല്പര്യം. നീ ഉയർന്നാൽ ദൈവനാമം മഹത്വപ്പെട്ടു. നീ നല്ല വാഹനത്തിൽ യാത്ര ചെയ്താൽ ദൈവനാമം മഹത്വപ്പെട്ടു. നീ നടുവൊടിഞ്ഞു കിടന്നാൽ, നീ കുടിലിൽ പാർത്താൽ ലോകം പറയും, ഇവൻ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമല്ല, ഇവനെ നശിപ്പിക്കുന്ന ദൈവമാണെന്ന് പറയും. ആ പറച്ചിലുണ്ടാകരുത്. നീ പറയിക്കണം, ദൈവത്തെ കുറിച്ച് പറയിക്കണം. നിന്റെ ദൈവം നല്ല ദൈവം, അസാധാരണ ദൈവം, ഉയർത്തുന്ന മാനിക്കുന്ന ദൈവമെന്ന് ലോകം നിന്നെ കുറിച്ച് പറഞ്ഞ് ദൈവനാമത്തിന് മഹത്വം കൊടുക്കട്ടെ. യോവേൽ 2:12 വാക്യം വായിച്ചു. ഇപ്പോഴെങ്കിലും നിങ്ങൾ ഉപവാസത്തോടും പൂർണ്ണ ഹൃദയത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. വേഗത്തിൽ പോവുകയാണ്. ഹഗ്ഗായിയുടെ പുസ്തകം 2-4-ാമത്തെ വാക്യം. ഇപ്പോഴോ സെരുബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീനെന്ന് യഹോവയുടെ അരുളപ്പാട്. ധൈര്യപ്പെട്ടു വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒരു വിശ്വാസിയുടെ വേല എന്താണ്? കൂലിപ്പണിയാണോ? പെയിന്റ് അടിയാണോ? ഓട്ടോ ഓടിക്കലാണോ? അല്ല. ഇതെല്ലാം അനുബന്ധമായ ജോലികളാണ്. ഒരു വിശ്വാസിയുടെ പ്രധാനപ്പെട്ട ജോലി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. 3 രാജ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വെറും രാജ്യം, മറ്റൊന്ന് ദൈവരാജ്യം, മറ്റൊന്ന് സ്വർഗരാജ്യം. ഈ വെറും രാജ്യത്തിൻ്റെ മെമ്പറാണെങ്കിൽ നിന്നെ തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. രാജ്യത്തിൻ്റെ പുത്രന്മാരെ എന്ത് ചെയ്യും? കാലും കൈയും കെട്ടി തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം. രാജ്യം എന്താണ്? ലോകരാജ്യം. വെറും രാജ്യം, ലോകരാജ്യം. എന്നാൽ ദൈവരാജ്യമുണ്ട്. എന്താണ് ദൈവരാജ്യം? ദൈവം ഭരിക്കുന്ന രാജ്യം. അവിടെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ നീ നിയമത്തിനല്ല അടിമപ്പെട്ടിരിക്കുന്നത്, കൃപയ്ക്കത്രേ. അതാണ് ദൈവരാജ്യം. പിന്നെന്തുണ്ട്? സ്വർഗരാജ്യമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ദൈവ രാജ്യത്തിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയൂ. മനസ്സിലായോ? ഡയറക്റ്റായിട്ട് എങ്ങോട്ട് പോകാൻ ഒക്കത്തില്ല സ്വർഗത്തിലോട്ട്. ദൈവരാജ്യത്തിന് മെമ്പറായാൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ. അപ്പോൾ എവിടുന്നൊരു മാറ്റം വരണം? രാജ്യത്തിൻ്റെ പുത്രന്മാർ സമാന്തരമായി പോകുന്ന നിലവാരങ്ങളിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ട് നീ ഏതിൻ്റെ ഭാഗമാകണം?
ദൈവരാജ്യത്തിൻ്റെ ഭാഗമാകണം. അപ്പോൾ നിയമങ്ങൾ അനുകൂലമാകും, നീ വ്യത്യസ്തനാകും. നിനക്ക് വേണ്ടി കാര്യം ക്രമീകരിക്കുന്നത് സ്വർഗീയ ഡിപ്പാർട്ട്മെൻ്റാണ്. അങ്ങനെ ദൈവരാജ്യത്തിലൂടെ ഒടുവിൽ എവിടെ എത്തണം? സ്വർഗ രാജ്യത്തിൽ എത്തണം. ഇപ്പോഴോ സെരുബ്ബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസാദാക്കിന്റെ മകനായ യോശുവേ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ. ഇത് മഹത്തായ ദൈവത്തിൻ്റെ അരുളപ്പാട്. ഈ അരുളപ്പാടാണ് മത്തായി 28 യേശു കർത്താവ് വീണ്ടും ആവർത്തിക്കുന്നത്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങൾ എൻ്റെ വേല ചെയ്യുമെങ്കിൽ, സകല സൃഷ്ടികളെയും ശിഷ്യരാക്കുമെങ്കിൽ, സ്നാനപ്പെടുത്തുമെങ്കിൽ, ഞാനോ ലോക അവസാനത്തോളം നിങ്ങളുടെ കൂടെയുണ്ട്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ട് ദൈവം കൂടെ നിൽക്കണമോ? വേല ചെയ്യ്, കർത്താവിൻ്റെ വേല ചെയ്യ്, കർത്താവിൻ്റെ വേല ചെയ്യ്. മല്ല് പിടിച്ച് പ്രാർത്ഥിക്ക്. ഓ, കർത്താവിന് വേണ്ടി അധ്വാനിക്ക്. ഒരു ആത്മാവിനെ നേട്. ദൈവം കൂടെ കാണും. പിശാച് ഓടി മാറും. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് വ്യക്തിയോട് സ്തുതിക്കട്ടെ. സക്കറിയാവിന്റെ പുസ്തകം 2-5 വാക്യം, 2 വാക്യം കൂടെ വേഗത്തിൽ. സക്കറിയാവ് 2:5. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ അരുളപ്പാടിന്റെ ആഴങ്ങൾ ബോധ്യപ്പെടണമെങ്കിൽ 4-ാം വാക്യം കൂടെ ഒന്ന് വായിക്കണം. 4-ാം വാക്യം ഒന്ന് വായിച്ചേ. അതേ പുസ്തകം, അത് 4-ാം വാക്യം. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറയുക. നോക്കുക, യെരൂശലേം ബഹുത്വം നിമിത്തം തുറന്നു കിടക്കുന്നു. നമുക്കറിയാം 4 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 6 അടി പൊക്കമുള്ളൊരു മതിലങ്ങ് കെട്ടും, അല്ലേ? 1 ഏക്കർ സ്ഥലം കിട്ടിയാലോ എന്ത് ചെയ്യും? മതിലിട്ടാൻ നോക്കൂ. പിന്നെ കയ്യാല വരും, കണ്ടില്ലേ? കയ്യാല, അല്ലേ? അവിടെ നിന്നാ മതിലിട്ടാനുള്ള സാമ്പത്തികം, ഒരുപാട് സാമ്പത്തികം കയ്യാല വരും, അല്ലേ? അതല്ല, ഒരു 100 ഏക്കർ കിട്ടിയാലോ കയ്യാലയൊന്നും കെട്ടാനൊക്കത്തില്ല. കാര്യം എന്താണ്? അത്രമാത്രം സ്ഥലമായി. അതുപോലെ ഈ വാക്യം വ്യക്തമായി ബോധ്യപ്പെട്ടാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. നിനക്ക് ഒരു അസാധാരണ ഉയർച്ചയാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. നിനക്കത് സ്വന്തം കഴിവുകൊണ്ട് സംരക്ഷിക്കുവാൻ കഴിയത്തില്ല. ഒരാമേൻ പറഞ്ഞാട്ടെ. ഓ, ഞാൻ ആഴമേറിയ ദൂത് പറയുകയാണ്, ആഴമേറിയ ദൂത് ഞാൻ പറയുകയാണ്. ഓ, നിനക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് നിന്റെ സ്വന്തം ശക്തി കൊണ്ട്, നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട് അത് സംരക്ഷിക്കുവാൻ കഴിയില്ല. പക്ഷെ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീമതിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീമതിൽ അതിന് ചുറ്റും വെളിപ്പെടും. എല്ലാ കാലത്തും നിന്റെ മക്കളെ ചിറകിൻ്റെ അടിയിൽ വെക്കാൻ ഒക്കുവോ? എന്താ പറയുന്നത്? അടയ്ക്കുകയാണെങ്കിൽ മടി വെക്കാം, അടയ്ക്കാൻ മരമാണെങ്കിൽ വെക്കാനൊക്കത്തില്ല. അവർ പല ഭാഗത്തേക്ക് പോകുകയാണ്. ജോലി സംബന്ധമായി, പഠിക്കാൻ വേണ്ടി പല ഭാഗത്തേക്ക് പോകും. എല്ലായ്പ്പോഴും നോട്ടം ചെല്ലുമോ? എന്തോ മോൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താ മോള്? ഇല്ല, നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ചുറ്റും ഒരു തീമതിൽ വെളിപ്പെടും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്. നീ പ്രാർത്ഥിക്കുമെങ്കിൽ അവർക്ക് ചുറ്റും ഒരു തീമതിൽ, 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 തീമതിൽ. ദൂതിന്റെ ആഴങ്ങൾ ഇവിടെ കിടക്കുകയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. നമ്മൾ യാത്ര പോകുന്നു, എല്ലാ റോഡും കണ്ടോണ്ടാണ് പോകുന്നത്. ഒരു കൺവെൻഷൻ പ്രസംഗിക്കാൻ വേണ്ടി 2 മാസം മുമ്പ് ഞാൻ പോയി. പെട്രോൾ അടിച്ച് ഇറങ്ങി വന്നപ്പം ഒരു ചെറിയ കുന്നുപോലെ ഒരു സ്ഥലം. വണ്ടി കയറി, ഞാൻ കിടന്ന് ആക്സിഡൻറ്റ്, വണ്ടി മുമ്പോട്ട്. കാര്യം എന്താ? പുതിയ NH പണി നടക്കുക. അപ്പോഴത്തേക്ക് കുഴിച്ചിട്ട കുഴിയിലാണ് വണ്ടി ഇരിക്കുന്നത്. ഒരു വീല് ബാക്കിലെ വീല് ഇങ്ങനെ മേളിലിരിക്കുക. അവിടെ കിടന്ന് കറങ്ങുക. കൺവെൻഷന് സമയമായി. പ്രാർത്ഥിച്ചാണല്ലോ പോകുന്നത്. അപ്പോൾ കാണാൻ കുറേ ബംഗാളികളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി. അവർ പറയും, സാറേ
ഇതിനകത്ത് കയറി ഇരുന്നാൽ മതി, ഈ വണ്ടി നീങ്ങും. അവരെല്ലാം, ഞാൻ പറഞ്ഞു ഇരിക്കാൻ പറഞ്ഞു, അവരെല്ലാം കൂടെ കയറി അകത്തിരുന്നു. വണ്ടി എടുത്ത് വണ്ടി സ്മൂത്തായിട്ട്, ഞാനല്ല വണ്ടി എടുത്ത്, വേറെ ഒരാൾ തന്നെ, വേറെ മലയാളി വന്നിട്ട് അയാൾ എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ്, 10 എടുത്തില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ഞാൻ പറഞ്ഞത്, എല്ലാ വഴികളും കണ്ടുകൊണ്ടല്ല നാം യാത്ര പുറപ്പെടുന്നത്. എല്ലാ സംവിധാനങ്ങളും ഒരുക്കപ്പെട്ടല്ല നാം പോകുന്നത്. അറിയാത്ത വഴികളുണ്ട്, അപകട മേഖലകളുണ്ട്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എല്ലാം നിനക്ക് വേണ്ടി ഒരു തീമതിൽ വെളിപ്പെടും. ഭവനത്തിന് ചുറ്റും തീമതിൽ, നിന്റെ സമ്പത്തിന് ചുറ്റും തീമതിൽ, നിന്റെ പുരയിടത്തിന് ചുറ്റും, നിന്റെ മക്കൾക്ക് ചുറ്റും തീമതിൽ, നിന്റെ ജോലിക്ക് ചുറ്റും തീമതിൽ. എന്തുവാ? നിന്റെ ജോലിക്ക് ചുറ്റും മക്കളെ തീമതിൽ വേണം കേട്ടോ. പ്രിയമക്കളെ, ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വെളിയിൽ പോയാലും കർത്താവിൻ്റെ സഭയെ മറക്കരുത്. എനിക്ക് സുഷ്മയുടെ കാര്യത്തിലും സ്വാതിയുടെ കാര്യത്തിലും എനിക്ക് വലിയ പ്രാഗൽഭ്യമുണ്ട്. അവർ ദൈവസഭയെ മറന്നില്ല. അവർക്ക് സമ്പത്ത് കിട്ടിയപ്പോൾ അവർ ദൈവസഭയെ മറന്നില്ല. ഞാൻ അവരെ പൊക്കി പറയുകയല്ല, ഇതെപ്പോഴും നമുക്കൊരു പാഠമായിരിക്കണം. ഹല്ലേലൂയ. നീ ദൈവസഭയെ മറക്കാതിരുന്നാൽ നീ ജോലിക്ക് ചുറ്റും ദൈവം ഒരു തീമതിൽ കെട്ടും. ഒരാമേൻ പറഞ്ഞാട്ട്, നീ ആയിരിക്കുന്ന ഏത് പട്ടണത്തിലാകട്ടെ, നിന്റെ മമ്മേപ്പന്മാരെ വിട്ട് ദൂരത്തായിക്കോട്ടെ, ആരും സഹായിപ്പാനില്ലെങ്കിലും ദൈവം നിന്റെ ജോലിക്ക് ചുറ്റും, നീ പാർക്കുന്ന സ്ഥലത്തിന് ചുറ്റും തീമതിൽ കെട്ടും. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ചുറ്റും തീമതിലും ദൈവം മഹത്വമായിരിക്കും. 2 വാക്യം കൂടെ വായിക്കാം. സക്കരിയാവിന്റെ പുസ്തകം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിന്റെ മധ്യേ വസിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സിയോൻ പുത്രിയെ ചങ്കനിടിച്ച് കരയുക. അങ്ങനാണോ? അല്ല, ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക. മക്കളെ, താടിക്ക് കൈ കൊടുത്തിരിക്കരുത്, എന്തോ പോയ അണ്ണാനെ പോലെ ഇരിക്കരുത്. എപ്പോഴും ഒരു സന്തോഷമുണ്ടാകണം. നീ കരയുമ്പോഴും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് മറക്കരുത്. നീ ദുഃഖിക്കുമ്പോഴും നിനക്ക് വേണ്ടി 24 മണിക്കൂറും പ്രയത്നിക്കുന്ന ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന കാര്യം നീ മറക്കരുത്. നമ്മുടെ വീടുകളിൽ വാ തുറന്ന് ചിരിക്കണം. ലോകം പറയുന്നത് എന്താണ്? ചിരിച്ചാൽ കരയേണ്ടി വരുമില്ല, ചിരിച്ചാൽ ചിരി വർദ്ധിക്കത്തേ ഉള്ളൂ. നിന്റെ നിയമങ്ങൾ മറ്റു നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. ലോകക്കാരനെ പോലെ നീ ചിന്തിക്കരുത്. നിന്റെ മക്കൾക്ക് ചിരി എന്ന് പേരിടണോ. അബ്രഹാം തന്റെ മകൻ എന്ത് പേരിട്ടു? ഇസഹാക്ക്. ഇസഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചിരി. വാ തുറന്നു ചിരിക്കണം. ലോകം പറയണം നിന്റെ വീട്ടിലെ സന്തോഷം. എന്താണ് വചനം പറയുന്നത്? ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളോട്. നീ ചിരിക്കുന്നത് നിന്റെ കൈയുടെ ബലം കൊണ്ടല്ല, നീ ചിരിക്കുന്നത് നിന്റെ ബാങ്ക് ബാലൻസ് കൊണ്ടല്ല, നീ ചിരിക്കുന്നത് കുടുംബസ്ഥത കൊണ്ടല്ല, നീ ചിരിക്കുന്നത് അഹങ്കാരിച്ചല്ല, നീ ചിരിക്കുന്നത് നിനക്ക് വേണ്ടി സഹായിക്കുന്ന ദൈവമുണ്ട് എന്ന വിശ്വാസത്തിലാണ്. കരങ്ങളെ ചേർത്തടിച്ചോ. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിക്ക, സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നീ സന്തോഷിക്കുമ്പോൾ നിനക്ക് വേണ്ടി പുറപ്പെട്ടു വരുന്ന ദൈവമാണ്. നീ ദുഃഖിച്ചാൽ അവിടെ ആര് വരും? അവിടെ ആര് വരും? സാത്താൻ വരും. ചിരിച്ചാലോ ദൈവം. കാര്യം എന്താണ്? ദുഃഖം ആർക്കുള്ളതാണ്? പിശാചിൻ്റെതാണ്. പലപ്പോഴും പല ദുഃഖങ്ങളും വെറുതെയുള്ള ദുഃഖങ്ങളാണ്, നാം ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴെല്ലാം ഓക്കെയാണ്, ഇതുവരെ എല്ലാം ശരിയാണ്. പക്ഷേ അടുത്ത നിമിഷം അത് സംഭവിക്കും. ഇങ്ങനെ അതിലൂടെ പോയി കറങ്ങി തിരിഞ്ഞു ഇതിലൂടെ കയറി ഇവിടെ വരും. ചിന്തിച്ചു കൂട്ടുകയാണ്.
അങ്ങനെ ചിന്തിച്ച് കൂട്ടരുത്. ചിന്തിക്കുക, എന്ത് പറയുക, നന്മ വരുമെന്ന് ചിന്തിക്കുക. അത്ഭുതം നടക്കുമെന്ന്, അസാധ്യം സാധ്യമാകുമെന്ന് ചിന്തിക്കുക. വഴികൾ തുറക്കപ്പെടുമെന്ന് ചിന്തിക്കുക. വാ തുറന്ന് ചിരിക്കുക, യോജിച്ച് ഉല്ലസിക്കുക. Come on, somebody say. ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. സക്കറിയ പുസ്തകം 10-12 വാക്യം. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എല്ലാം അരുളപ്പാട്. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും. നിന്നെ ക്ഷീണിപ്പിക്കുന്ന ദൈവമല്ല, തളർത്തുന്ന ദൈവമല്ല, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം. ഒരാമേൻ പറഞ്ഞാട്ടെ. മക്കളെ, വരും ദിവസങ്ങളിൽ കാഴ്ചപ്പാടുകളിലേക്ക് നീ ഉയരുമെങ്കിൽ, നീ മടങ്ങി വരുമെങ്കിൽ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ അവൻ നിന്നെ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. സമ്പത്തുണ്ടാക്കുവാൻ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. മക്കളെ നന്നായി പരിപാലിക്കുവാൻ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. ദേശത്തെ അവകാശമാക്കുവാൻ ബലപ്പെടുത്തുവാൻ പോവുകയാണ്. സഭയ്ക്ക് മുതൽക്കൂട്ടാകുവാൻ ബലപ്പെടും. ആയിരങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ അവൻ നിന്നെ ബലപ്പെടും എന്ന യഹോവയുടെ അരുളപ്പാട്. കരങ്ങളെ ചേർത്തടിച്ച് എഴുന്നേൽക്കാം. പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അപ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ ദൂതനായി കർത്താവേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കായി കർത്താവ് വലിയൊരു ദൂത് ഞങ്ങൾക്ക് തന്നല്ലോ. കർത്താവെ, ഞങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവെ പുറത്തു പോകുമ്പോഴും വിദ്യാലയങ്ങളായിരിക്കുമ്പോഴൊക്കെ കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ മല്ല് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ചുറ്റും ദൈവം വലിയൊരു വൻമതിൽ, തീയുടെ ഒരു വലിയൊരു വൻമതിൽ തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ പൗരങ്ങൾക്കായി കർത്താവെ ഒരുപാട് വിഷമിക്കുന്ന കർത്താവ് ദൈവമക്കൾക്ക് ഇന്ന് നല്ലൊരു ദൂത് ലഭിച്ചല്ലോ. കർത്താവെ, അതിനോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, അപ്പോൾ ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തീർച്ചയായി പ്രവർത്തിക്കുമെന്ന്